കർത്താവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ എന്നെ കൈവിടാതവൻ എന്നെ കൈവിടാതവൻ പരീക്ഷയുടെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി കരുതുന്നു ഞാൻ. എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി കരുതുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. നമുക്കൊരു പവർ ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശക്തി ക്ഷയിക്കണ സമയത്ത് ശക്തി ധരിക്കുന്നതിന് 3 ഉപാധികളാണ് ബൈബിളിലുള്ളത്. ശക്തി ധരിക്കുക. ഒന്നെന്താണ്? പ്രാർത്ഥന, പിന്നെ പ്രഖ്യാപനം, പിന്നെ പ്രയോഗം. ഈ പ്രഖ്യാപനത്തിലാണ് 2 കാര്യങ്ങളുള്ളത്. ഏതൊക്കെയാണത്?
ഉടമ്പടി കാശുരൂപവും, അതായത് നമ്മൾ പരസ്യമായിട്ട് ഇട്ടുണ്ടാക്കുകയല്ലേ, അത് പ്രഖ്യാപനമാണ്. പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതാണ് നമ്മളിത് പരസ്യമായിട്ട് കഴുത്തിലിട്ട് നടക്കണം. അതുകൊണ്ട് നിങ്ങൾ പേഴ്സിലും പോക്കറ്റിലും വെച്ചിട്ട് എന്നെ കണ്ട മിണ്ടല്ലേ നമ്മൾ നടക്കരുത്. നിങ്ങൾ ഉടമ്പടി എടുത്ത ആളാണെന്ന് വീട്ടിൽ പോലും അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ലോക കള്ളിയാണ് നിങ്ങൾ. ഉടമ്പടി എടുത്ത ആളാണെന്ന് വീട്ടിൽ പോലും അറിയാൻ പാടില്ല. അതിനടുത്ത് എന്താണ്? നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി മനുഷ്യനെ പേടിക്കുകയും മനുഷ്യനെ ദൈവമാക്കുകയും ചെയ്യുന്നതാണ് പ്രശ്നം. അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ നിൽക്കരുത്. ഒരാവശ്യമില്ലല്ല, ദൈവത്തെ പറ്റിക്കലല്ലേ അത്. അതായത് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തെ സത്യസന്ധത വേണം. എങ്ങനെ പ്രഖ്യാപനത്തിൽ എന്താ വേണ്ടത്? മനുഷ്യർ വേണം പ്രഖ്യാപിക്കാൻ. അത് രഹസ്യമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യണ കാര്യമല്ല. എന്താണ് അതിൻ്റെ വചനം? ഏതാണ്? മനുഷ്യരുടെ മുമ്പിൽ. എടുത്ത വചനം എടുത്തേ. മത്തായി 10:32. മത്തായി 10:32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഈ പ്രഖ്യാപനത്തിനുള്ള വാക്ക് എന്താണ്? ഏറ്റുപറച്ചിൽ എന്നുള്ള വാക്കാണ്. എന്താണ് ഏറ്റുപറയണത്? വിശ്വാസമാണ് ഏറ്റുപറയണത്. ആരാണ് ഏറ്റുപറയണത്? യേശുവിനെയാണ് ഏറ്റുപറയണത്. യേശു ആരാണെന്ന് ഏറ്റുപറയണത്? യേശു കർത്താവാണെന്നാണ് ഏറ്റുപറയണത്. മനസ്സിലായില്ലേ? ഇത്തരം കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം കാര്യങ്ങൾ. രണ്ടാമത്, ഈ ഏറ്റുപറച്ചിൽ വരുന്നത് പത്ര വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണ്. പ്രയോഗമല്ല, പ്രാർത്ഥനയുമല്ലത്, പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അതിന് പകരം പത്രം കൊടുക്കുന്നതിന് പകരം നിങ്ങൾ വേറെ പൊതിച്ചോറ് കൊടുക്കാൻ പറ്റിയാൽ നടക്കത്തില്ല ഈ സംഭവം. നിങ്ങൾ സ്വന്തമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതാണ്. ജനിച്ചത് കള്ളത്തരത്തിലാണ്, ജീവിച്ചതും കള്ളത്തരത്തിലാണ്. ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മൾ ഏറ്റുപറയുകയാണ്, വിശ്വാസം ഏറ്റുപറയുകയാണ്. വിശ്വാസം ഏറ്റുപറയുമ്പോൾ ആരെയാണ്? യേശു കർത്താവാണെന്നാണ് ഏറ്റുപറയണത്. സോഫിയയ്ക്ക് മാതാവ് അവൾ ഒളിച്ചു വെച്ചിരുന്ന എല്ലാ പത്രങ്ങളും എടുത്ത് 6-ാം മാസം കൊടുപ്പിക്കും. കാര്യം അത് കടവാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളെ അങ്ങനെ വല്ല കടവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സംഭവങ്ങൾ എടുത്ത് വാങ്ങിച്ച് തിരിച്ചു കൊടുക്കേണ്ടി വരും. കാര്യത്തിൽ ഇതിൻ്റെ അകത്ത് കണ്ണടച്ച് ഇരുട്ടാക്കാനൊന്നും പറ്റത്തില്ല. ചില ജന്മന കള്ളികളും കള്ളന്മാരുണ്ടല്ലോ, അവർ ദൈവത്തെ പോലും പറ്റിപ്പ് കാണിക്കും. അങ്ങനെ ചെയ്യരുത്. അവരതൊക്കെ ഒളിച്ചു വെച്ചിട്ട് വേറെ രീതിയിലൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് അവതരിപ്പിക്കും. ഇത് ഉടമ്പടി റിലേഷനല്ലേ. ഉടമ്പടിയെ അത് ശരിക്കും നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിന് പണി കൊടുക്കാൻ വന്നത് കാരണം ദൈവം തിരിച്ച് പണിയുകയും ചെയ്യും. അത് എന്തിനാണ് ഇല്ലാത്ത പണിക്ക് നടക്കുന്നത്? അപ്പോൾ ചെയ്യാനുള്ള സത്യസന്ധമായിട്ട് ചെയ്യണം, സത്യസന്ധമായിട്ട്. അപ്പോൾ ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്ന്. അതാണ് മെയിൻ സംഭവം. ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്ന്. നമ്മുടെ നിലപാടുകളും നയങ്ങളും സമീപനങ്ങളും എല്ലാം കൊണ്ട് നമ്മളൊരു ഉടമ്പടിയിൽ, ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്ന് തോന്നണം. അതുകൊണ്ടാണ് ഒരിക്കലും വഴക്കുകളൊക്കെ ഉണ്ടാകും. വഴക്കുകളൊക്കെ ആൾക്കാർ തമ്മിലുണ്ടാകും. പക്ഷെ നമ്മുടെ ഭാഗം ക്രമീകരിക്കാൻ വേണ്ടി അതിനേക്കാൾ വലിയ വഴക്കമുണ്ടാക്കി ആ രീതിയിൽ പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു വഴക്ക് ചിലപ്പോൾ തോറ്റ് മറ്റുള്ളവർ വിചാരിക്കും അവർ പറയണത് ശരിയാണ്. കാര്യം അവർക്ക് സ്വരമുണ്ടല്ല, അവർ സ്വരമെടുത്ത് നമ്മളെ തോപ്പിച്ചായിരിക്കും. അപ്പം ശരിയാണെന്ന് വിചാരിക്കും. അവർ പറഞ്ഞ ശരിയല്ലെന്ന് പറയാൻ വേണ്ടി നമ്മളും അവരെ തോപ്പിക്കാൻ വേണ്ടി അതേ മെഷീനറി ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമ്മൾക്ക് പ്രതിഫലം നൽകണത്. രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിങ്ങൾക്ക്
പ്രതിഫലം നൽകും. ആദ്യമേ തന്നെ അനേകായിരങ്ങളുടെ മുൻപിൽ എൻ്റെ ജീവിതത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സിജി വർഗീസ്. പത്തനംതിട്ടയാണ് എൻ്റെ സ്വദേശം. ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ്. പത്തനംതിട്ടയിൽ വകയാറാണ് എൻ്റെ ഇടവക പള്ളി വരുന്നത്. ഞാൻ ഇവിടെ 2024 ഡിസംബർ മാസം 26-ാം തീയതിയാണ് ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ആൻറ്റി വഴി, അതായത് എൻ്റെ അമ്മയുടെ ചേച്ചി വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്, ഉടമ്പടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്, വിശ്വാസത്തിലോട്ട് വരുന്നതും. ഉടമ്പടി എടുക്കാൻ ഇടയായ സാഹചര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ തന്നെയാണ്. എനിക്ക് ചെറുപ്പം മുതലേ അലർജിയുടെ ബുദ്ധിമുട്ടുണ്ട്. അലർജി എന്ന് പറഞ്ഞാൽ അസഹ്യമായ ചൊറിച്ചിലായിരുന്നു. ആദ്യമൊന്നും കാര്യമാക്കിയില്ല, ചൊറിയും പിന്നെ അങ്ങ് മാറും, പാട് വരും, ഒന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 26-ാമത്തെ വയസ്സ് തൊട്ട് ചൊറിച്ചിൽ അസഹ്യമായി. എൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവാൻ തുടങ്ങി. ചെറിയ ചൊറിച്ചിൽ വന്ന് ചൊറിഞ്ഞാൽ പോലും അവിടെ പാടാവും, മുറിവാവും. ആ മുറിവ് പൊട്ടി വെള്ളവും ചോരയൊക്കെ വരും. എൻ്റെ തലയിൽ നിന്ന് മുടി നന്നായി പോകാൻ തുടങ്ങി. സ്കാൽപ്പിൽ നിന്ന് സ്കിൻ ഫുള്ള്, അതായത് അവിടുത്തെ സ്കിന്നോടുകൂടെ അവിടെ നിന്ന് ഇളകാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് എൻ്റെ സ്കിൻ ഫോൾഡുകളിലെല്ലാം, അതായത് നമ്മുടെ മടക്കുകൾ വരുന്നിടത്ത്, കൈയുടെ മുട്ടിൻ്റെ അവിടെ, ബ്രസ്റ്റിൽ, വയറിൽ, കഴുത്തിൻ്റെ ഇവിടെ, ചെവിയുടെ മടക്കുകളിൽ, ഇവിടെ എല്ലാം എനിക്ക് മുറിവുകൾ, ചൊറിച്ചിൽ, വെള്ളം വരുന്ന അവസ്ഥ, അങ്ങനെ അസഹ്യമായിരുന്നു. കുളിക്കാൻ പറ്റില്ല, കുളിച്ചാൽ എനിക്ക് ഭയങ്കര നീറ്റലാണ്. കരഞ്ഞുകൊണ്ട് കുളിച്ച ദിവസങ്ങളുണ്ട്, കുളിക്കാൻ പേടിയായ ദിവസങ്ങളുണ്ട്. പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, ചൊറിഞ്ഞ് അവിടെ ഫുൾ പിഗ്മെൻറ്റേഷൻ വരും, കറുത്ത പാടാണ്. എല്ലാവരുടെയും ചോദ്യങ്ങൾ ഫേസ് ചെയ്യണം. ആദ്യമൊന്നും നെവർ മൈൻഡ് ആയിരുന്നു, പിന്നെ ചോദ്യങ്ങൾ കൂടിയപ്പോൾ നാണക്കേടായി, പുറത്തിറങ്ങാൻ പേടിയായി, ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പേടിയായി, കോളേജിലെ ഫംഗ്ഷനൊക്കെ പോകാൻ മടിയായി. അങ്ങനെ തീരെ കോൺഫിഡൻസൊക്കെ കുറഞ്ഞ് വല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് എടുത്തു. ഞാൻ ഞാൻ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. മാംഗ്ലൂരാണ് പഠിക്കുന്നത്. അവിടെയുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു, അല്ലാതെ ഉള്ളവരെ കൺസൾട്ട് ചെയ്തു, നാട്ടിൽ വന്ന എല്ലാവരെയും കൺസൾട്ട് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് തരും, അന്നേരം ജസ്റ്റ് ഒന്ന് കുറയും, വീണ്ടും കണ്ടീഷൻ സിവിയർ ആവും. പിന്നെയാണ് അത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെന്ന് 26-ാമത്തെ വയസ്സിൽ ഡയഗ്നോസ് ചെയ്യുന്നത്. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ അതൊരു സ്കിൻ ഡിസോർഡറാണ്. ഡയബറ്റീസ് പോലെ ഇൻക്യൂറബിൾ ആണ്. അതായത് അതിനെ കംപ്ലീറ്റ്ലി നമുക്കത് സുഖപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ കണ്ടീഷനെ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ കണ്ടീഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടോ, ഇപ്പോൾ ചൂടുള്ളിടത്ത് നിൽക്കാൻ പറ്റില്ല, AC-യുടെ അവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അതാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷൻ. ഞാൻ ആ ഒരു വിഷയമാണ് ഒന്നാമതായി എൻ്റെ നിയോഗത്തിൽ സമർപ്പിച്ചത്. എൻ്റെ പപ്പയുടെ കൂടെയാണ് ഞാൻ 2024 ഡിസംബർ മാസം 26-ാം തീയതി കൃപാസനത്തിൽ എത്തിച്ചേരുന്നത്. പപ്പയും പപ്പയുടെ അനിയനുമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ വന്നു. എൻ്റെ ആൻറ്റി പറഞ്ഞു, മോളെ നീ പോകുന്ന ആ സമയം തൊട്ട് നീ ഇതിന് പ്രാർത്ഥിച്ചൊരുങ്ങി വേണം പോവാൻ. അവിടെ പോയി മാതാവിനെ കൈ കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം, നീ പോകണം, മാതാവിനോട് കരഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചോണം, മാതാവ് തരുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോഴേ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടി. ഇതൊക്കെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു. എനിക്കറിയില്ല ഇത് ശരിക്കും ആൾക്കാരൊക്കെ പറയുമ്പം ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ ഞാൻ ഒത്തിരി ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാതാവ് എനിക്കിത് ശരിക്കും സത്യമാണെന്ന് എൻ്റെ ജീവിതത്തിൽ കൂടെ എനിക്ക് മാതാവ് തെളിയിച്ചു തന്നു. ഞാനങ്ങനെ ഇവിടെ വന്നു. അച്ഛൻ്റെ ഉടമ്പടിയിലെ എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കി അച്ഛൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ക്ലാസ്സിലിരുന്നു. അപ്പോഴാണ് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കുന്നത്. എൻ്റെ അടുത്തിരുന്ന ആളിനോട് ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ, മുല്ലപ്പൂവിൻ്റെ മണം വല്ലതും വരുന്നുണ്ടോ? അപ്പം പറഞ്ഞു, ഇല്ല മോളെ, എനിക്കൊന്നുമില്ല. ഞാൻ ആൻറ്റീനെ വിളിച്ചു പറഞ്ഞു, ആൻറ്റി എനിക്ക് ഇതുപോലെ മുല്ലപ്പൂവിൻ്റെ, അപ്പോൾ തന്നെ ഞാൻ ആൻറ്റീനെ ഫോൺ ചെയ്തു, ആൻറ്റി എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട്. അപ്പം പറഞ്ഞു, മോളെ പേടിക്കണ്ട, മാതാവിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്, നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. ഉടമ്പടി തൈലം കൈ കിട്ടി. അപ്പോഴെല്ലാം എൻ്റെ കയ്യിൽ, എൻ്റെ 2 കൈയുടെ മുട്ടിൻ്റെ അവിടെയും പൊട്ടി പാടാണ്, മുറിവുണ്ട്, വെള്ളം ഒലിക്കുന്നുണ്ട്, എനിക്ക് നീറ്റലുണ്ട്. വിയർക്കുമ്പോഴൊക്കെ നല്ല നീറ്റലാണ് ആ മുറിവിനൊക്കെ. അപ്പം ഇവിടെ വിളക്കിൽ 3 തുള്ളി ഉടമ്പടി തൈലം ഉറ്റിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഉറ്റിച്ചപ്പോൾ എൻ്റെ കയ്യിൽ
തൈലം, ഒബ്വിയസ്ലി നമ്മുടെ കയ്യിൽ തൈലം വരുമല്ലോ, പ്രാർത്ഥിച്ച തൈലമല്ലേ, വെഞ്ചരിച്ച തൈലമല്ലേ, അത് അവിടെ ഇവിടെയും തേക്കണ്ട, കയ്യിലങ്ങ് തേക്കാം എന്ന് കരുതി ഞാൻ കയ്യിൽ തേച്ചു. ബാക്കി ഉണ്ടായിരുന്ന എൻ്റെ കയ്യിൽ പറ്റിയ തൈലമാണ് ഞാൻ തേച്ചത്. മാതാവിനോട് ഞാൻ ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതുവരെ നീറ്റലുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കൈ നീറ്റലില്ല. ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയ 5 മിനിറ്റിനുള്ളിൽ എൻ്റെ കയ്യിൽ പൊട്ടിയ മുറിവായിരുന്നെങ്കിൽ ആ മുറിവ് കരിഞ്ഞു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മാതാവ് തന്നെയാണ്. വെള്ളം ഒലിച്ചുകൊണ്ടിരുന്ന മുറിവ് കരിഞ്ഞു. എനിക്ക് പിന്നെ അത് ഹീൽ ചെയ്യാൻ തുടങ്ങി. വിത്തിൻ 5 മിനിറ്റ്സ് എൻ്റെ പൊട്ടിയ ആ മുറിവുകളെല്ലാം കരിഞ്ഞു. അമ്മ മാതാവിന് 1000 നന്ദി. പിന്നീട് ആ ഒരു നിമിഷം തൊട്ട് ഞാൻ ഇന്നേ വരെ, ഈ ഒരു നിമിഷം വരെ സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ പേരിലുള്ള മെഡിസിൻസ് ഞാൻ എടുത്തിട്ടേ ഇല്ല. ഇന്നേ വരെ ഞാൻ ഉപയോഗിക്കുന്ന മെഡിസിൻ കൃപാസനത്തിൽ നിന്നുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണ്. എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ പാടുണ്ടായിരുന്നോ, എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ മുറിവുകളുണ്ടായിരുന്നോ, എൻ്റെ തലയിൽ, എൻ്റെ കൈയുടെ മുട്ടിൽ, എൻ്റെ ബ്രസ്റ്റിൽ, എൻ്റെ മുഖത്ത്, ചെവിയുടെ മടക്കുകളിൽ എല്ലാം ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ തേനും ഞാൻ മുടങ്ങാതെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവെ മാറ്റിത്തരണേന്ന് പറയുമായിരുന്നു. ഈ സെബോറിക് ഡെർമറ്റൈസിൻ്റെ ഭാഗമായിട്ട് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഞാൻ അതിൻ്റെ പാട് ഞാൻ മൊബൈലിൽ കാണിക്കാം. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവും. ഡ്രൈ ആയിട്ട് നമ്മൾ ചൊറിയുമ്പോൾ വെളുത്തിങ്ങനെ പാട് വരില്ലേ, അതേപോലെ നന്നായിട്ട് വെളുത്ത പാട് വരും. പാട് വന്നിട്ട് അതിങ്ങനെ കിടക്കും, മാറില്ല. പിന്നെ അത് ഉണങ്ങിയതാണ്, പൊട്ടി അവിടുന്ന് വെള്ളം വരും, ചുമന്ന് കിടക്കും, ഭയങ്കര നീറ്റലുമായിരിക്കും. ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ പാടും കാര്യങ്ങളും ഒക്കെ. പിന്നീട് ഉള്ള എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഈ ഡെർമറ്റൈറ്റിസ് കാരണം തന്നെ എൻ്റെ മുടി നന്നായിട്ട് പോകുമായിരുന്നു. മുടിയേക്കാൾ നന്നായിട്ട് എൻ്റെ പിരികം, എൻ്റെ വലത്തെ കണ്ണിൻ്റെ കൺപിരികം, ഈ ഒരു ഭാഗത്ത് വട്ടത്തിൽ, അതായത് സർക്കിൾ ഷേപ്പിൽ സ്കിന്നോട് കൂടി പിരികം മൊത്തത്തിൽ ഇളകിപ്പോയി. 1 മാസത്തോളം അങ്ങനെ കൊണ്ടു നടന്നു. അത് ഞാൻ കാര്യമാക്കിയില്ല. ചൊറിച്ചിലുണ്ട്, ചൊറിയുമ്പോഴെല്ലാം ഈ തൊലി ഇളകിപ്പോയി, അവിടുത്തെ പിരികം മൊത്തത്തിൽ അങ്ങ് പോയി. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാണ്ടായി. കോളേജിൽ പോകുമ്പോൾ, ഹോസ്റ്റലിൽ പോകുമ്പോൾ സീനിയേഴ്സ്, ജൂനിയേഴ്സ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞ അലർജിയുടെ ബുദ്ധിമുട്ടാണ് പറഞ്ഞ് മടുത്തു. ഒരു ദിവസം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടിയിലായിരിക്കുന്ന സമയമാണ്, 1 മാസം ആ ഒരു ഗ്യാപ്പിൽ. അപ്പം ഞാൻ മാതാവിനോട് എൻ്റെ റൂമിൽ പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്, തിരി കത്തിച്ച് പ്രാർത്ഥിക്കും. അപ്പം എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നപ്പോൾ, ഒരു മകൾ അമ്മയോട് ഒരു ആവശ്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന പോലെ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ അമ്മയുടെ മോളല്ലേ, എല്ലാവരും എന്നെ നോക്കി കളിയാക്കുക, അമ്മയ്ക്ക് നാണക്കേട് തോന്നില്ലേ, അമ്മയുടെ മോളിങ്ങനെ എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് എനിക്കിതിന്നാണ്, എനിക്കിന്നത് വയ്യ എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പം ഞാൻ അമ്മയുടെ മോളല്ലേ, അമ്മയ്ക്ക് നാണക്കേട് തോന്നില്ലേ എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അമ്മ മാതാവിനോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു. പിന്നെ എനിക്ക് സങ്കടമായി. ഞാൻ അമ്മയോടാണല്ലോ, അമ്മ മാതാവിനോടാണല്ലോ ഞാൻ ദേഷ്യപ്പെടുന്നത്, ഈശോയുടെ അമ്മയല്ലേ, അങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യം എനിക്ക് ഭയങ്കര കുറ്റബോധമായി. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിലും, എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും, എന്തൊരു സങ്കടം ഉണ്ടെങ്കിലും എനിക്കിവിടുന്ന് മറുപടി ലഭിക്കുന്നത് ഇവിടുത്തെ സാക്ഷ്യങ്ങളിൽ കൂടെയാണ്. എൻ്റെ മനസ്സിൽ എന്തൊരു ആവശ്യമാണോ, എന്തൊരു സങ്കടമാണോ, അതിനോട് സിമിലറായിട്ടുള്ള സാക്ഷ്യം മാത്രമായിരിക്കും എൻ്റെ ഫോണിൽ അപ്പോൾ എനിക്ക് കിട്ടുക. അപ്പം ഞാൻ ഈ ഒരു കുറ്റബോധത്തിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ വന്നൊരു ചേട്ടായി സാക്ഷ്യം പറയുകയാണ്. ആ ചേട്ടായിയുടെ തലയിൽ ഒരു മുടി പോലും ഉണ്ടായിരുന്നില്ല, കഷണ്ടിയായിരുന്നു. എല്ലാവരും ചോദിക്കുന്നു, എല്ലാവരുടെയും നാണക്കേട് പുള്ളിക്കാരൻ ഏറ്റുവാങ്ങുന്നു. ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയായിരുന്നു അദ്ദേഹം പോയിരുന്നത്. അദ്ദേഹവും എന്നെപ്പോലെ അമ്മ മാതാവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അമ്മേ, ഞാൻ അമ്മയുടെ മോനല്ലേ, എനിക്ക് ഇതുപോലെ ഒരു മുടി പോലും ഇല്ല, എല്ലാവരും എന്നെ കളിയാക്കുന്നു, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തെല്ലാം അമ്മ മാതാവിനോട് പറഞ്ഞോ അതേപോലെ തന്നെ അദ്ദേഹവും അമ്മ മാതാവിനോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു. പക്ഷെ അമ്മ മാതാവ് ആ ചേട്ടായിക്ക് ഒരുപാട് മുടി നൽകി അനുഗ്രഹിച്ചു. ആ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്കും വിശ്വാസമായി. അപ്പോൾ കുഴപ്പമില്ല, എൻ്റെ അമ്മ തന്നെയാണിത്, അപ്പോൾ എനിക്ക് എന്തും പറയാം, അമ്മയോട് എന്തും ആവശ്യപ്പെടാം എന്നുള്ള ധൈര്യം വന്നു. ഞാൻ അങ്ങനെ അമ്മയോട് വീണ്ടും ആവശ്യപ്പെടാൻ തുടങ്ങി. ഉടമ്പടി തൈലം വീണ്ടും അവിടെ പുരട്ടാൻ തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് കട്ടിയുള്ള പിരികം അവിടെ വന്നു. അങ്ങനെ വരാൻ യാതൊരു സാധ്യതയില്ല, കാരണം അവിടെ ഒരു
ഒരു ഹെയർ ഫോളിക്കിൾ പോലും അവിടെ ഇല്ല, അതുപോലെ സ്കിൻ അവിടുന്ന് പോയതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് അവിടെ കട്ടിയുള്ള പിരികവും എൻ്റെ തലയുടെ സൈഡിലെല്ലാം മുടി പോയതായിരുന്നു, കറുത്ത പാടായിട്ട് കിടക്കുകയായിരുന്നു. അതെല്ലാം എനിക്ക് മാറി, പഴയത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഇപ്പോൾ 4th ഇയർ BSc നഴ്സിംഗ് എഴുതിയിട്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ കൂടെ ക്രൈസ്തവരല്ലാത്ത കുട്ടികളും പഠിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. കൊന്ത ചൊല്ലാൻ ഞാൻ അവരെ പഠിപ്പിച്ചു. അവരും എന്നേക്കാൾ നന്നായിട്ട് ഇപ്പോൾ കൊന്ത ചൊല്ലുന്നുണ്ട്. അപ്പോൾ 3rd ഇയറിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ 1st ഇയറിലും 2nd ഇയറിലും എടുത്ത അത്ര പ്രിപ്പറേഷൻസ് ഒന്നും എനിക്ക് 3rd ഇയറിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രിപ്പയർ ചെയ്തിരുന്നു, 1 month പ്രയർ നമ്മൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷേ 1st ഇയർ 2nd ഇയർ എടുത്ത അത്ര എഫേർട്ട് എനിക്ക് വീട്ടിലിരുന്ന് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല 3rd ഇയറിൽ. പക്ഷെ ഞാൻ എക്സാം എഴുതാൻ പോയത് എൻ്റെ അമ്മയെ മുറുക്കെ പിടിച്ചാണ്. ഞാൻ ഉടമ്പടി വസ്തുക്കൾ, ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തൈലവും, അതുപോലെ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് ഞാനാണ് അവരുടെ നെറ്റിയിൽ തൈലം പുരട്ടി കൊടുത്തിരുന്നത്. ഉപ്പ്, തേന്, ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നാക്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ തേൻ ഇറ്റിച്ച് കുടിച്ചിട്ട് ഉപ്പ് കയ്യിൽ കരുതും. ഹാൾ ടിക്കറ്റിലും അതുപോലെ തന്നെ ഞങ്ങൾ എഴുതുന്ന ഡെസ്കിൻ്റെ അവിടെ ചെറുതായിട്ട്, പിന്നെ ഞങ്ങളുടെ ബുക്ക്ലെറ്റിലൊക്കെ ഞങ്ങൾ ഉപ്പ് വിതറിയാണ് ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തത്. 1st ഇയറിലും 2nd ഇയറിലും ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ഞങ്ങൾ പാസ്സായെങ്കിൽ അത്ര പോലും എഫേർട്ട് എടുത്ത് പഠിച്ചിരുന്നു, പക്ഷെ അത്രത്തോളം എഫേർട്ട് എടുക്കാതിരുന്ന 3rd ഇയർ ഇവിടെ വന്ന ഈ ഒരു ഉടമ്പടിയിലായിരുന്നതിൻ്റെ ഫലമായിട്ട് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് പാസ്സാവാൻ അമ്മ മാതാവ് ഞങ്ങളെല്ലാവരെയും സഹായിച്ചു. പ്രത്യേകിച്ച് എൻ്റെ റൂമിൽ ഞങ്ങൾ 4 പേരും ഡിസ്റ്റിങ്ഷൻ വാങ്ങിയാണ് ആ 3rd ഇയർ കംപ്ലീറ്റ് ആയത്. അതിൽ ഞങ്ങൾ 2 പേരും ക്ലാസ്സിൽ ടോപ്പ് 5-ലുള്ളവരാണ്. അമ്മ മാതാവിന് 1000 നന്ദി. പിന്നീട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ 3rd ഇയറിലായിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. കോഴ്സിലായിരുന്നത് കൊണ്ട് തന്നെ 3 ആഴ്ച കല്യാണം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പഠിക്കാനും അദ്ദേഹം ദുബായിൽ ജോലിക്കും വേണ്ടി പോയി. പിന്നെ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വരാനുള്ള പ്ലാനിലായിരുന്നു അദ്ദേഹം. ആൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. 1 വർഷം കഴിഞ്ഞു, ലീവ് ഓൾറെഡി അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ നാട്ടിൽ വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ക്ലാസ് കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തു. 1.5 വർഷമായപ്പോൾ എൻ്റെ ക്ലാസ് കഴിയുന്ന ആ ഒരു സമയം വന്നു. ഡിസംബറിലേക്ക് ലീവിന് അപ്ലൈ ചെയ്തു. ലീവിന് ആദ്യം പൊക്കോളാൻ പറഞ്ഞ സ്ഥാനത്ത് ഡിസംബർ ആയപ്പോൾ ലീവ് ചോദിച്ചു തന്നപ്പോൾ ഇപ്പോൾ മാൻ പവർ കുറവാണ്, അതുകൊണ്ട് ലീവ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ജാനുവരിയിലേ ഉള്ളൂ എക്സാം എന്ന് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ജാനുവരി പൊക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ജാനുവരിയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞു ഡിസംബറിൽ ലീവ് അപ്ലൈ ചെയ്തവർക്ക് ജാനുവരിയിലേ ഉള്ളൂ. ജാനുവരി കൊടുത്തിട്ടും പറഞ്ഞു ഇപ്പോൾ പോകാൻ പറ്റില്ല, മാൻ പവർ തീരെ കുറവാണ്, വർക്ക് ലോഡ് കൂടുതലുണ്ട്, അപ്പോൾ ഇതുകൊണ്ട് ആരെയും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. HR ഡയറക്റ്റ് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആൾ സിറ്റുവേഷനൊക്കെ പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ കോഴ്സ് കഴിഞ്ഞു, ഇനി ആൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പോകും, അപ്പം ഇനി കാണാനൊന്നും പറ്റില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ പോയേ പറ്റുള്ളൂ എന്നൊക്കെ കുറേ കമ്പൽ ചെയ്ത് പറഞ്ഞു. പക്ഷേ HR സമ്മതിച്ചില്ല. ഡയറക്റ്റ് വന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല, ഫെബ്രുവരിയിൽ വേണമെങ്കിൽ പോവാം, അപ്പോൾ കുറേ ലീവ് തരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് HR തടസ്സം പറഞ്ഞ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ലിസ്റ്റ് ഇട്ടതിൽ സോർട്ട് ഔട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ ആദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വരാനും ലീവ് സാങ്ഷൻ ആവാനും അമ്മ മാതാവ് എന്നെ സഹായിച്ചു. ഞാൻ നിയോഗങ്ങൾ എഴുതി കൊടുത്തതിനേക്കാൾ കൂടുതൽ എൻ്റെ ലൈഫിൽ ഞാൻ എവിടെയൊക്കെ വീണു പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ അമ്മയെ മാതാവേ, എൻ്റെ കൃപാസന മാതാവേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്നൊരു വാചകം ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ അവിടെ പിടിച്ചുയർത്തിയിട്ട് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും വീണു പോകാവുന്ന പല അവസ്ഥകളുണ്ടായപ്പോഴും എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, എന്നെ ഇങ്ങനെ തല ഉയർത്തി എല്ലാവരുടെ മുന്നിൽ സംസാരിക്കാൻ പ്രാപ്തിയാക്കിയത് എൻ്റെ അമ്മ മാതാവാണ്. അതുപോലെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് കിട്ടുന്ന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മേ മാതാവ് ഈ പത്രം ആരെന്താവശ്യത്തിന് വേണ്ടി കയ്യിലെടുക്കുന്നോ അവരുടെ നിയോഗങ്ങൾ നടത്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ അറിവിലുള്ളവർക്കും ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാൻ ഞാൻ സ്റ്റുഡൻ്റാണ്, ഇൻകം എനിക്ക് കിട്ടുന്നത് കുറവാണ്. അപ്പം കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും, അതായത് ഉടമ്പടിയിലായിരിക്കുന്ന അമ്മയിൽ വിശ്വാസമുള്ള ഞങ്ങളെല്ലാവരും ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കും.
ആ ഉപവസിക്കുന്ന ആ നേരം ഞങ്ങളുടെ കോളേജിൻ്റെ താഴെ ഭിക്ഷ യാചിക്കുന്നവരുണ്ട്, അവർക്ക് ഭക്ഷണം ഞങ്ങൾ വാങ്ങിച്ചു നൽകും. അതുപോലെ ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ, അതായത് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ മെഡിസിൻസ് വാങ്ങിച്ചു കൊടുക്കാനോ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ രോഗികൾക്ക് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻസിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനത്തിൽ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് വഴി ഷെയർ ചെയ്യാൻ തുടങ്ങി. ലൈവ് എപ്പോഴും കാണാൻ കഴിയുമായിരുന്നില്ല, ഫോൺ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുർബാനയിൽ എപ്പോഴും സംബന്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് തന്നെ. എന്നാൽ കഴിയുന്ന സാഹചര്യങ്ങളിലെല്ലാം മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഒറ്റ കാര്യം മാത്രമായിരുന്നു: മാതാവെ, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉപകരണങ്ങളാക്കി തീർക്കണേ, അമ്മയെ അനേകായിരങ്ങളുടെ മുന്നിൽ സാക്ഷീകരിക്കാനുള്ള ഭാഗ്യം തരണേന്ന്. അതെൻ്റെ ജീവിതത്തിൽ കൂടെ മാതാവ് എനിക്ക് ചെയ്യാൻ സാധിച്ചു തന്നു. ബൈബിളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയുള്ള ഒരു ബൈബിൾ വേഴ്സ് ഉണ്ട്. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം 16 വാക്യം. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാതെ, ഞാൻ ഫസ്റ്റ് ഡിഗ്രി പഠിച്ചിട്ടാണ് ഞാൻ BSc നഴ്സിങ്ങിന് പോകുന്നത്. ഒട്ടും ഇഷ്ടപ്പെടാതെ എടുത്ത, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമൊക്കെ എടുത്ത ഒരു കോഴ്സായിരുന്നു നഴ്സിംഗ്. എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആൻറ്റി ഫസ്റ്റ് കൃപാസനത്തിൽ വന്ന് എനിക്ക് തന്ന ഒരു കൊന്തയാണ്, കൈക്കൊന്തയാണിത്. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ ആൻറ്റി എനിക്ക് തന്നെയാണ്. അന്ന് തൊട്ട് ഈ 4 കൊല്ലം ഞാൻ എപ്പോഴൊക്കെ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നോ, എപ്പോഴൊക്കെ ഞാൻ പഠിക്കാനിരിക്കുന്നോ, അപ്പോഴെല്ലാം എൻ്റെ കയ്യിൽ ഈ കൊന്തയുണ്ട്. ഈ കൊന്തയെ മുറുകെ പിടിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ മാതാവിൻ്റെ കയ്യിൽ പിടിക്കുന്ന ഒരു ഫീലാണ്. അമ്മ മാതാവ് എന്നെ അമ്മയുടെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് 1000 നന്ദി പറയുന്നു. നന്ദി.